ഹലോ, വർക്ക് ആൻഡ് ടൈമിലെ M1 D1 T1 ബൈ W1 ഈക്വൽ ടു M2 D2 T2 ബൈ W2. ഈ ഇക്വേഷൻ വെച്ച് ചെയ്യുന്ന പ്രോബ്ലംസാണ് ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 30 പേഴ്സൺസ് 8 മണിക്കൂർ വീതം ജോലി ചെയ്ത് 16 ദിവസം കൊണ്ട് ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യും. അതുപോലെ 24 പേഴ്സൺസ് 5 മണിക്കൂർ വീതം ജോലി ചെയ്ത് എത്ര ഡേയ്സ് കൊണ്ട് ഈ ജോലി കംപ്ലീറ്റ് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ M1 D1 T1 ഫസ്റ്റിലുണ്ട്, സെക്കൻഡിൽ M2 T2 ആണുള്ളത്. D2 ഫൈൻഡ് ചെയ്യണം. അപ്പോൾ 30 × 16 × 8 ഈക്വൽ ടു 24 × 5 D2 ഫൈൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 24നെയും 5നെയും ഈക്വലിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ അത് ഇൻറ്റൂലാണ് നിൽക്കുന്നത്, ഇങ്ങോട്ട് വരുമ്പോൾ ഡിവിഷൻ ആവും. അപ്പോൾ 30 × 16 × 8 ബൈ 24 × 5. 35 ക്യാൻസൽ ചെയ്ത് പോവും, അതുപോലെ 24 8 ക്യാൻസൽ ചെയ്ത് പോവും. അഗെയിൻ 3ഉം 6ഉം ക്യാൻസൽ ചെയ്ത് പോവും. ലാസ്റ്റ് 16 × 2 വരും. 32 ഡേയ്സ് ആണ് ഇവർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഓക്കെ, 24 പേഴ്സൺസ് 5 hours വീതം വർക്ക് ചെയ്ത് 32 ഡേയ്സ് കൊണ്ട് ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യും. നെക്സ്റ്റ് ഒന്നുകൂടെ നോക്കാം. 10 പേഴ്സൺസ് 12 ഡേയ്സ് കൊണ്ട് 7 മണിക്കൂർ വീതം ജോലി ചെയ്തിട്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അതേപോലെ 6 പേഴ്സൺസ് 14 ദിവസം വർക്ക് ചെയ്തിട്ട് ജോലി കംപ്ലീറ്റ് ചെയ്യും. പക്ഷേ അവിടെ ഹവറാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എത്ര മണിക്കൂറാണ് അവർ ജോലി ചെയ്തിട്ട് 14 ഡേയ്സ് കൊണ്ട് തീർക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല. അവിടെ മണിക്കൂറാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ 10 × 12 × 7 ഈക്വൽ ടു 6 × 14. ഇതിൽ 6നെയും 14നെയും ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ 10 × 12 × 7 ഡിവൈഡഡ് ബൈ 6 × 14. ക്യാൻസൽ ചെയ്ത് കളയാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ 7ഉം 14ഉം പോവും 2 ടൈംസ്, അതുപോലെ 6ഉം 12ഉം 2 ടൈംസ് പോവും. 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് കളയാം. ലാസ്റ്റ് 10 ആയിരിക്കും വരുന്നത്. 10 മണിക്കൂറായിരിക്കും ഇവർ ജോലി ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ 6 പേര് 10 മണിക്കൂർ വീതം ജോലി ചെയ്തിട്ടാണ് 14 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്.